ഇതാണ് ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ്. പാസ്റ്റിൽ നടക്കുന്ന എ എന്ന ഇവന്റിന്റെ എഫക്റ്റ് ആണ് പ്രസന്റിൽ നടക്കുന്ന ബി എന്ന ഇവന്റ്. പ്രസന്റിൽ നടക്കുന്ന ബി എന്ന ഇവന്റിന്റെ എഫക്റ്റ് ആണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സി എന്ന ഇവന്റ്. എ മുതൽ സി വരെ ടൈം നേർരേഖയിലാണ് പോകുന്നത്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം പാസ്റ്റിലും പ്രസന്റിലും നടന്ന സംഭവങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ടൈം വർക്ക് ചെയ്യുന്നത്. എന്നാൽ ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിൽ ഇവന്റ് സിയിൽ നടക്കുന്ന സംഭവമാണ് ഇവന്റ് എയെ സൃഷ്ടിക്കുന്നത്. അതായത് ഇവന്റ് സി അഥവാ ഫ്യൂച്ചർ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. സമയത്തെ പറ്റിയുള്ള നമ്മുടെ എല്ലാ നിയമങ്ങളെയും അത് തെറ്റിക്കുന്നു. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നാം സംസാരിച്ചതും ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് ആണ്. ഇനി രണ്ടാമതായി ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. പാസ്റ്റിലോട്ടുള്ള ടൈം ട്രാവലിന്റെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. പാസ്റ്റിലോട്ടുള്ള യാത്ര അസാധ്യമാണെന്ന് ഈ പാരഡോക്സ് പലരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എഡ്വിൻ ഒരു ടൈം ട്രാവലറാണ്. അദ്ദേഹം ഒരിക്കൽ തന്റെ മുത്തച്ഛന്റെ കുട്ടിക്കാലത്തോട്ട് പോകുന്നു. തന്റെ മുത്തച്ഛനെ കാണുന്നു. എഡ്വിന് വളരെയധികം വെറുപ്പാണ് മുത്തച്ഛനോട്. അങ്ങനെ മുത്തച്ഛനെ കൊല്ലുവാനായി എഡ്വിൻ തോക്കെടുക്കുന്നു. പക്ഷേ എഡ്വിന് തന്റെ മുത്തച്ഛനെ കൊല്ലുവാൻ സാധിക്കുമോ? ഒരു വശത്തിലൂടെ നോക്കിയാൽ സാധിക്കും. എഡ്വിൻ നല്ലൊരു ഷൂട്ടറാണ്. മുത്തച്ഛനെ വളരെയധികം വെറുപ്പുമാണ്. അതുകൊണ്ട് തന്നെ ട്രിഗർ വലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ മറ്റൊരു വശത്തിലൂടെ നോക്കിയാൽ അത് സാധിക്കുമോ? ഇല്ല. മുത്തച്ഛനെ കൊല്ലുന്നതിലൂടെ ഭൂതകാലത്തെയാണ് എഡ്വിൻ മാറ്റുന്നത്. മുത്തച്ഛൻ മരിക്കുന്നതിലൂടെ എഡ്വിന്റെ മാതാപിതാക്കൾ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും എഡ്വിനും ഉണ്ടാകുന്നില്ല. എഡ്വിൻ ഉണ്ടാകുന്നില്ലെങ്കിൽ മുത്തച്ഛൻ മരിക്കുന്നുമില്ല. അതിനാൽ അത് അസാധ്യമാണ്.